ഹലോ നമസ്കാരം. കാതോർക്കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോയിലേക്ക് പോകാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ടോപ്പ് 10 മത്സരാർത്ഥികളുമായി പുതിയ ഘട്ടത്തിലേക്ക് കടന്ന ബിഗ് ബോസിൽ ആരൊക്കെയാവും ടോപ്പ് 5-ലെത്തുക എന്നതാണ് പ്രേക്ഷകർ ഉറ്റുനോക്കുന്ന പ്രധാന കാര്യം. ബിഗ് ബോസിൽ നിന്നും എവിക്റ്റ് ആയതിനു ശേഷം മത്സരാർത്ഥികളുടെ പരാമർശങ്ങളും മറ്റു വിവാദങ്ങൾക്ക് വഴി തെളിയിക്കാറുണ്ട്. ഇപ്പോഴിതാ അത്തരത്തിൽ ബിഗ് ബോസ് മലയാളം സീസൺ 7 മത്സരാർത്ഥി ഒനിൽ സാബുവിന്റെ വാക്കുകളാണ് ചർച്ചയാവുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു ഒനിലിന്റെ തുറന്നു പറച്ചിൽ. ബിഗ് ബോസ് വീട്ടിൽ മുൻപ് മസ്താനിയെ ഒനിൽ സ്പർശിച്ചുവെന്ന് ചൂണ്ടിക്കാണിച്ച് ലക്ഷ്മി രംഗത്ത് വന്നിരുന്നു. താൻ നേരിട്ട് കാണാത്തൊരു സംഭവമായിരുന്നിട്ടും ഒനിലിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് ലക്ഷ്മി പ്രതികരിച്ചത്. അന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ പ്രസ്തുത വിഷയം ചർച്ചയാക്കുകയും ലക്ഷ്മിയോട് ഒനിലിനോട് മാപ്പ് പറയാൻ ആവശ്യപ്പെടുകയും ലക്ഷ്മി അങ്ങനെ ചെയ്യുകയും ചെയ്തിരുന്നു. തുടർന്ന് പ്രസ്തുത സംഭവത്തിന്റെ വീഡിയോ ഫുട്ടേജ് കാണിക്കുകയും ഒനിലിന്റെ നിരപരാധിത്വം പ്രേക്ഷകർക്കും മത്സരാർത്ഥികൾക്കും ബോധ്യമാവുകയും ചെയ്തതാണ്. എന്നാൽ ഇപ്പോഴിതാ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായതിനു ശേഷം ഈ വിഷയത്തിൽ വീണ്ടും പ്രതികരിച്ചിരിക്കുകയാണ് ഒനിൽ. താൻ ലക്ഷ്മിക്കെതിരെ ഡിഫമേഷൻ കേസ് കൊടുക്കുമെന്നും തനിക്കെതിരെ ഇങ്ങനെയൊരു ആരോപണം ഉന്നയിച്ചതിൽ ലക്ഷ്മി അക്കൗണ്ടബിൾ ആവേണ്ടതുണ്ടെന്നുമാണ് ഒനിൽ പറയുന്നത്. ലക്ഷ്മിയുടെ വിഷയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിഫമേഷനിലൂടെ തന്നെ നേരിടും. അത് ഞാൻ വിടാൻ ശ്രമിച്ചിട്ടില്ല. ലക്ഷ്മി അക്കൗണ്ടബിൾ ആകണം. ഇങ്ങനത്തെ ആൾക്കാർ ചുമ്മാ ഒരു പോസ്റ്റിന് താഴെ വന്നിട്ട് ഒരു കമന്റ് ഇട്ടിട്ട് പോവില്ലേ, ഒരു തിരി കൊളുത്തിയിട്ട് പോവും. അപ്പോൾ അവിടെ വന്നിട്ട് 1000 പേർ വന്നിട്ട് തല്ലുകൂടും. അതാണ് ലക്ഷ്മി. ഒരു കമന്റ് ഇടാൻ വന്നിരിക്കുകയാണ്. ബോട്ടിൽ ടാസ്കിന്റെ ഗെയിമിൽ വന്നിട്ട് ഒനിൽ ക്യാപ്പ് ഇട്ടിട്ടില്ല. ഇയാൾ ഇങ്ങനെ കളിക്കുന്നില്ല. ഇത് പറയാൻ വേണ്ടി ഒരാൾ അവിടെ എന്തിനാണ്? ബിഗ് ബോസ് എന്താണ് ഗുമസ്തനെ വെച്ചിരിക്കുന്നു? ഒനിൽ പറയുന്നു. നമുക്കറിയാം നമ്മുടെ കളി ഇതായിരിക്കും. ഇയാൾ ആരാണ് ചൂണ്ടിക്കാണിക്കാൻ വന്നിരിക്കുന്ന അനലിസ്റ്റോ? ലക്ഷ്മിക്ക് എന്താണ് ഗെയിം? ഒരു ഗെയിമുമില്ല. PR ആണ് ഗെയിം. ഞാൻ പോവില്ല. കാരണം ഇത്രയും പൈസ കൊടുത്ത് ഞാൻ PR-നെ വെച്ചിട്ടുണ്ട് എന്ന ബലമാണ് ലക്ഷ്മിക്ക്. അതാണ് ഏഷ്യാനെറ്റിനെതിരെയുള്ള കളി, ജിയോ ഹോട്ട്സ്റ്റാറിനെതിരെയുള്ള കളി, ഈ ഗെയിമിനെതിരെയുള്ള കളി, ഒനിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ഓൺലൈനിനോട് പറഞ്ഞു.